നമസ്കാരം, വെട്ടലി സോൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പറവണ്ണയിലെ പള്ളിക്കുളം പുതുമോടിയിൽ. പറവണ്ണ ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള 100 വർഷത്തിലേറെ പഴക്കമുള്ള പള്ളിക്കുളമാണ് മഹല്ല് കമ്മിറ്റി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ശുചീകരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജലസ്രോതസ്സായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്നത് 22 കൽപ്പടവുകളിൽ 20 സെന്റോളം ഭൂമിയിൽ വികസിച്ച് കിടക്കുന്ന ഈ പള്ളിക്കുളമായിരുന്നു. കാലം പുരോഗമിച്ചതോടെ പള്ളിക്കുളത്തിലേക്കുള്ള എത്തിനോട്ടവും നിന്നു. എന്നാൽ ഇന്ന് പുതുതലമുറ ഒരുമിച്ച് നിന്ന് പഴമയുടെ അവശേഷിപ്പായി നിലകൊണ്ട പള്ളിക്കുളത്തെ പുതുമൊടിയിലേക്ക് കൊണ്ടുവരികയാണ്. കാണാം ഈ പള്ളിക്കുളത്തെ വിശേഷങ്ങൾ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള പറവണ്ണ ജുമാ മസ്ജിദ് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ്. ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ അനുഗ്രഹം തേടി ഈ മസ്ജിദിലെത്താറുണ്ട്. പള്ളിയോട് ചേർന്ന് പിറകുവശത്ത് 20 സെന്റോളം ഭൂമിയിൽ പരന്നു കിടക്കുന്ന പള്ളിക്കുളത്തിനുമുണ്ട് വിശേഷങ്ങൾ ഒട്ടേറെ പറയാൻ. ഈ കുളത്തിന് 22 കൽപ്പടവുകളുണ്ട്. ജലസ്രോതസ്സായി പ്രദേശവാസികളും പുറമേയുള്ളവരും ഉപയോഗിച്ചിരുന്നത് ഈ പള്ളിക്കുളമാണ്. രാത്രി സമയങ്ങളിൽ കുളത്തിലെത്തുന്നവർക്ക് വെളിച്ചമേകാൻ വിളക്കുകാലും കന്നുകാലികൾക്ക് ദാഹമകറ്റാൻ കുളത്തിനോട് ചേർന്ന് നിർമ്മിച്ച ടാങ്കും ഇന്നും പഴമയുടെ സ്നേഹത്തിന്റെ ഒത്തുചേരലിന്റെ പ്രതീകമായി ഇവിടെയുണ്ട്. കാലം പുരോഗമിച്ചതോടെ പിന്നീട് വന്ന തലമുറ മതിയായ സംരക്ഷണം നൽകാതെ വന്നതോടെ പഴമക്കാർ ദേശത്തിന് സമ്മാനിച്ച പള്ളിക്കുളം പുൽക്കാടുകളും ചളിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായി. 20 വർഷം മുമ്പാണ് അവസാനമായി കുളം ശുചീകരിച്ചതായി പറയുന്നത്. ഇവിടെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കുളത്തിന്. നമ്മളെ പള്ളിക്ക് ഏകദേശം 1000-ഓളം വർഷം പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ കുളത്തിൻ്റെ പഴക്കം നമുക്ക് വ്യക്തമായി അറിയില്ല. എന്നിരുന്നാലും അതും ഏകദേശം ഒരുപാട് വർഷത്തെ പഴക്കം, അത്രത്തോളം തന്നെ വർഷത്തെ പഴക്കം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് വെള്ളത്തിന് കുളങ്ങളെ ആശ്രയിച്ചിരുന്ന കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ആ പഴക്കം ഈ കുളത്തിനുണ്ടാവും. അപ്പോൾ ഈ കുളം ഉപയോഗയോഗ്യമാക്കുന്നതിന് വേണ്ടി ഒരുപാട് വർഷമായി. ആദ്യമൊക്കെ ഒരുപാട് കുട്ടികളും ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. പിൽക്കാലത്ത് കുളങ്ങളിൽ നിന്ന് കടന്നുപോയി. ഇപ്പോഴത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ യുവജനങ്ങളും പ്രത്യേകിച്ച് കുട്ടികളായ ആളുകൾക്കൊക്കെ വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരികയും അവരുടെ താല്പര്യം കണക്കിലെടുത്ത് പറവണ്ണ മഹല്ല് കമ്മിറ്റി തന്നെ അതിന് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകിയിട്ടാണ് ഇന്ന് 2-3 ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ കുളം ഈ രൂപത്തിലെത്തിയത്. പുതുതലമുറയിലെ യുവത്വവും നാട്ടുകാരും മഹല്ല് കമ്മിറ്റി പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് വിസ്മൃതിയിലാണ്ട ഈ പള്ളിക്കുളത്തെ പുതുമോടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായുള്ള തീരുമാനമെടുത്തു. ദിവസങ്ങളോളം എടുത്ത് കൽപ്പടവുകളിലെ പുൽക്കാടുകളും ചെളിയും മറ്റും ശുചിയാക്കി. കുളത്തിലെ വെള്ളം മോട്ടോറിന്റെ സഹായത്തോടെ വറ്റിച്ച് ശുചീകരിച്ചു. കായികശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വരും ദിവസങ്ങളിൽ നീന്തൽ മത്സരങ്ങൾക്കടക്കം ഈ പള്ളിക്കുളം സാക്ഷിയാവും. പുതുമോടിയിലെത്തുന്ന ഈ പള്ളിക്കുളത്തിന് ചുറ്റും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇരിപ്പിടങ്ങൾ ഒരുക്കാനും ഓപ്പൺ ജിംനേഷ്യം ഒരുക്കാനും മഹല്ല് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രവർത്തനം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. കുട്ടികൾ അതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പള്ളിക്കുളത്തിന് ചുറ്റും സൗന്ദര്യവൽക്കരണവും അതുപോലെ ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിക്കാനും അതുപോലെ തന്നെ ഓപ്പൺ ജിംനേഷ്യം ഉണ്ടാക്കാനുള്ള പദ്ധതിയെല്ലാം മഹല്ല് കമ്മിറ്റി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ആവിഷ്കരിക്കുന്നുണ്ട്. നാട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ടാക്കുന്നത്. കുളവും എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി, വൃത്തികേടാക്കാതെ എല്ലാവരും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുളം ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി പറയാനുള്ളത്, കുളം ശുചീകരിച്ചു കഴിഞ്ഞാൽ ഇതിൽ വൃത്തികേടുകൾ കൊണ്ടുവന്ന് കഴുകുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും നാട്ടുകാർ അതിനുവേണ്ടി എല്ലാവരും ഒരു മുൻകരുതൽ എടുക്കുകയും വേണമെന്നാണ് ഇന്ന് പറയാനുള്ളത്. പാലക്കവളപ്പിൽ ബഷീർ, ഗഫാർ മൗലവി, MK അബ്ദുഷുക്കൂർ, KN സഹദുള്ള, MK താജുദ്ദീൻ, മുഹമ്മദ് കുട്ടി, P സിദ്ദീഖ്, തൊമ്പാലത്ത് ബാബു, തൊമ്പാലത്ത് അൻവർ, VEO സമദ്, M സമീദ്, KC നിഹ്മത്തുള്ള തുടങ്ങിയവരാണ് നിലവിലുള്ള ഈ ശുചീകരണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്നത്. വെട്ടം ന്യൂസ്, പറവണ്ണ.